പിന്നെ ശിവരാമൻ സഖാവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് CPI ആണ് പരിശോധിക്കുന്നത്. അപ്പോൾ മണിയാശ നടത്തിയ പരാമർശത്തെ ഒറ്റതിരിച്ച് കാണേണ്ടതില്ല. ഞങ്ങൾ റൂറൽ ബാങ്ക് സഭ നിക്ഷേപകനായ സാവു ആത്മഹത്യ ചെയ്ത സന്ദർഭത്തിന് CPMൻ്റെ നിലപാട് സന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ആഭ്യന്തര കലാപത്തെ കൂടെ പ്രയോജനപ്പെടുത്തിയാണ് ഞങ്ങൾ ആ ബാങ്ക് ഭരണസമിതി വന്നത്. വരുമ്പോൾ അവിടെ 17 കോടി രൂപ ആളുകൾക്ക് നിക്ഷേപം കൊടുക്കാനുണ്ട്. അതിലൊരാളാണ് സാബു ഉൾപ്പെടെയുള്ളവർ. 5 കോടിയോളം രൂപ ഇപ്പോൾ സമാഹരിച്ച് കൊടുത്തു. നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ 80 ലക്ഷം രൂപ UDF ഭരണകാലത്ത് സാബുവോട് നിക്ഷേപിച്ചതാണ്. ഞങ്ങൾ ആ ഉത്തരവാദിത്വത്തിൽ മാറിയില്ല. ആ പണം സമാഹരിച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. പ്രതിമാസം അദ്ദേഹത്തിന് പൈസ കൊടുത്തുകൊണ്ടിരുന്നു. അവശേഷിക്കുന്ന 14 ലക്ഷം രൂപയാണ്. സാബു മരണപ്പെടാനിടയായപ്പോൾ CPMൻ്റെ നിലപാട് പറഞ്ഞു ആ കുടുംബത്തിനോടൊപ്പമാണ്. ഡയറക്ടർ ബോർഡ് മെമ്പർമാരും ജീവനക്കാരുമായ ആളുകൾ വ്യക്തിപരമായ കടം വാങ്ങിയാണ് സാബുവിൻ്റെ പൈസ കൊടുത്തിട്ടുള്ളത്. ഇനി സമാഹരിച്ച് വരണം. കോൺഗ്രസ് നേതാക്കന്മാരുടെ കൈവശം അവരടിച്ചുകൊണ്ട് പോയിട്ടുള്ള 17 കോടി രൂപ പിരിച്ചു കിട്ടാനുണ്ട്. അത് പിരിച്ചെടുക്കാനുള്ള പരിശ്രമം നടത്താൻ തീരുമാനിച്ചു. മറ്റൊരു കാര്യം, ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരായി പോലീസ് അന്വേഷിച്ച് നടപടിയിലേക്ക് പോയിട്ടുണ്ട്. ഈ നിലപാട് വ്യക്തമാക്കാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ഇവിടെ നടത്തിയത്. അപ്പോൾ മണിയാശ നടത്തിയ പരാമർശത്തെ ഒറ്റതിരിച്ച് കാണേണ്ടതില്ല. ഏത് സാഹചര്യത്തിലും അദ്ദേഹം ആത്മഹത്യ ചെയ്യാനിടയായ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് പറയാനാണ് പറഞ്ഞത്. അന്നേരം മണിയാശൻ തന്നെ മാധ്യമമുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ശിവരാമൻ സഖാവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് CPI ആണ് പരിശോധിക്കുന്നത്. അദ്ദേഹം ഏത് മാനസികാവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് CPI ആണ് പരിശോധിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞങ്ങൾ അവജ്ഞയോട് തള്ളിക്കളയാണ്. കാരണം സാമൂഹ്യ ബോധവും മനുഷ്യത്വമൊന്നും CPMനെ ഉപദേശിപ്പിക്കാൻ, ഞങ്ങൾക്ക് മാർഗരേഖ നൽകാൻ ഞങ്ങൾ ശിവരാമനെ ചോൾപ്പെടുത്തിയിട്ടില്ല. ശിവരാമൻ്റെ പാർട്ടിയെ നോക്കിയാൽ മതി. CPMനെ നന്നാക്കാൻ വേണ്ടി ശിവരാമൻ ശ്രമിക്കേണ്ടതില്ല. എല്ലാവിധമായ ഒരു തലമുതിർന്ന പ്രവർത്തകരെന്ന രൂപത്തിൽ CPMൻ്റെ എല്ലാ പ്രവർത്തകരും അത്യുപയോഗത്തോടും മാന്യമായാണ് പെരുമാറുന്നത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ CPMനെയും മണിയാശാനെയും വിമർശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് CPIയുടെ കാര്യം അദ്ദേഹം നോക്കട്ടെ. CPMൻ്റെ മാർഗരേഖയും CPMൻ്റെ പ്രവർത്തകർക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്നും CPMൻ്റെ പ്രവർത്തകന്മാർക്ക് പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കാനും ഞങ്ങൾ ശിവരാമനെ ചോർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ശിവരാമൻ്റെ മാനസികാവസ്ഥ എന്താണെന്നും CPI നേതൃത്വം പരിശോധിച്ചാൽ ഒരു അത് തീർച്ചയായിട്ടും അങ്ങനെ കൊടുത്തല്ലോ. അത് അയാളോടുള്ള മാനസികാവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയാണ് അയാൾക്ക് പണം കൊടുത്തു. അയാളെ വീട്ടുകാരോട് സംസാരിച്ചു. ബാങ്കിൻ്റെ കണക്കനുസരിച്ച് കൊടുക്കാനുള്ള പൈസ കണക്ക് കൂട്ടിയപ്പോൾ 1 ലക്ഷം രൂപ കൂടുതലായിരുന്നു. അവരാ 1 ലക്ഷം രൂപ കുറച്ചാണ് മേടിച്ചിട്ടുള്ളത്. ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നല്ല മാനസിക ഐക്യത്തിലാണ് CPM പോകുന്നത്, ആ ഭരണസമിതി പോകുന്നത്. അതിനകത്തിപ്പോൾ സജി ഞാനതെന്നെ പറഞ്ഞല്ലോ. സജി ദീർഘകാലമായി സംസാരിച്ച സമയത്ത് വന്ന ഒരു സംസാരമധ്യേ വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ്. ആ നിയമപരമായി പോലീസ് അന്വേഷിക്കേണ്ടതാണ്. അത് കേസൊന്നും നിലനിൽക്കാനുള്ള ഒരാളെ സംസാരമധ്യേ വന്ന ഒരു വാക്കെടുത്ത് CPM വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന നിങ്ങളത് ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചു. ഒരാളോട് അടികൊള്ളേണ്ട സമയമാണെന്നല്ല പറഞ്ഞ് തടി മേടിക്കേണ്ടതായ കാര്യമാണ് സംഭവിച്ചിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അവരോട് സംബന്ധിച്ച് പറഞ്ഞില്ലല്ലോ. ഒരു പരാതി പറഞ്ഞു. ആ സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചോട്ടെ. ഏതെങ്കിലും ഇന്ത്യയിൽ അനുവദിക്കുന്ന ഏതെങ്കിലും പീനൽ കോഡ് അനുസരിച്ച് സജിയുടെ പേരിൽ ഏതെങ്കിലും കേസ് നിലനിൽക്കുന്ന വരട്ടെ. അന്നേരം ഞങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സജിയുടെ ഭാഗത്ത് ഈ കാര്യത്തിൽ കാര്യമായ പിഴവുണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. സജിയുടെ അഭിപ്രായം ചോദിക്കുമല്ലോ. അത് കേട്ടല്ലോ, ഞാൻ തന്നെ കേട്ടല്ലോ. കേട്ടപ്പോൾ തന്നെ ഞാൻ അന്ന് തന്നെ കൂടെ പറഞ്ഞല്ലോ. അങ്ങനെ സംസാരമധ്യേൽ ഒരു വാക്ക് വന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും നടപടി എടുക്കേണ്ടതായ സാഹചര്യമില്ല
ഇനി അതിനകത്ത് നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വരട്ടെ, വരുമ്പോൾ ഞങ്ങൾ അതിനെ ആധിപത്യം നേരിടും. മണിയാശാൻ പറഞ്ഞെന്താ? മണിയാശാൻ തന്നെ പറഞ്ഞല്ലോ, ഞാനൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. ഏത് സാഹചര്യത്തിലും ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കണമെന്ന് നിരുത്തരവാദപരമായി അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തിയാൽ അത് ആ കുടുംബത്തെ ആക്ഷേപിക്കുന്നത് എങ്ങനെയാകുന്നത്? അല്ല, അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനത്തിനകത്ത് കാര്യം. ഞാനുണ്ടല്ലോ സ്റ്റേജിൽ. അതൊരു ഒരു കാര്യമാണല്ലോ, ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിനേതെങ്കിലും ഒരു സാഹചര്യം വരണം. അങ്ങനെ എല്ലാവരും അങ്ങനെയാണല്ലോ. ഒരാൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ഇതുവരെയുള്ള എല്ലാ ആത്മഹത്യയും പരിശോധിച്ചാലും ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിലെത്തുമ്പോഴാണ്. ആ മാനസികാവസ്ഥ അയാൾ എത്തിയതാണെന്ന് എന്താണ് അന്വേഷിച്ചോട്ടെ? ഇല്ലില്ല, അതിനൊന്നും ഞങ്ങൾക്ക് ആരും ഉത്തരവാദിത്തമില്ല. CPM-ന് സാബുവിൻ്റെ മരണത്തിന് CPM-ന് യാതൊരു പങ്കുമില്ല. എന്തുകൊണ്ടില്ല? ഞങ്ങൾ സാബുവിൻ്റെ കുടുംബത്തിനോട് നീതിപൂർവ്വ നിലപാടേ ആ ഭരണസമിതി എടുത്തിട്ടുള്ളൂ. UDF-ൻ്റെ കാലത്തിട്ട് 85 ലക്ഷം രൂപയിൽ 68 ലക്ഷം രൂപയും CPM ഭരണ നേതൃത്വം വന്നപ്പോൾ അത് സമാഹരിച്ച് കൊടുത്തിട്ടുണ്ട്. ആ പണം കൊടുക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും ഒരു വീഴ്ചയും CPM ചെയ്തിട്ടില്ല. മരണപ്പെടാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച് പരിശോധിച്ചു, അതിന് അന്വേഷണപരമായി നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം ഞങ്ങൾ കോൺഗ്രസോ BJP-യോ അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകരിൽ ആരെങ്കിലുമോ എടുത്ത് CPM വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് നോക്കി നിൽക്കുന്നതല്ല ഞങ്ങൾ. അതിങ്ങനെ നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ് ഞങ്ങളുടെ ശക്തി. എന്തുകൊണ്ട്? നിങ്ങൾ തുടങ്ങാൻ പാടില്ല. നിങ്ങളുടെ ശക്തിയും ഇടപെടലില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പ്രചോദനമാണ് നിങ്ങളുടെ ഇടപെടൽ. ആ പ്രയോജനകരമായ ഗുണകരമായ വശത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. വേണം, അത് നിയമപരമായി അവരാണല്ലോ ചെയ്യുന്നത്. അതിപ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം വരുമ്പോൾ അവർക്കിടയായത് ഡിപ്പാർട്ട്മെൻറ്റ് പരമായ അന്വേഷണം തീരുമാനിച്ചിട്ടുണ്ടല്ലോ. സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്വേഷിക്കട്ടെ എന്ന് സഹകരണ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അന്വേഷണം നടക്കട്ടെ. VRCG CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാകുമ്പോൾ പിന്നെ പാർട്ടിക്കകത്ത് കുറേ ആളുകൾക്ക് പിന്തുണയും കുറേ ആൾക്ക് പിന്തുണ ഇല്ലാത്ത ആൾ പാർട്ടിക്കകത്തുണ്ടോ? അല്ല, അത് നിങ്ങൾ വായിച്ചു. അല്ല, ഞാൻ ചോദിക്കട്ടെ, CPM വിരുദ്ധത ഞാൻ പറയാം. മൂന്നാറിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഏറ്റവും മാന്യമായ ഒരു സമീപനം ഒരു പൊതുപ്രവർത്തന രൂപത്തിൽ ഞാനെടുത്തുള്ളൂ. നമ്മളെല്ലാം ഉള്ള സൗഹൃദം അനുസരിച്ച് മൂന്നാറിൽ വന്ന് പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം ശരി നമുക്ക് അവസാനിപ്പിക്കാം, ഒരു ചായ കുടിച്ച് പിരിയാവെന്ന് പറഞ്ഞ ഒരു മാധ്യമം അപ്പം തന്നെ വാർത്തയാക്കി. ഞാൻ ഉദാഹരണം പറയാം. ഒരു വീട്ടിൽ മരണമുണ്ടാകുന്നതിനോട് കൂടി പിന്നെ ആരും ഭക്ഷണം കഴിക്കാതെയും ജീവിതത്തിന് ചില ആളുകളെടുക്കും. നമ്മളെല്ലാവരും ചെയ്യുന്നതല്ല, ഒരു വീട്ടിൽ ഏതൊരു സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ മറ്റു കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനോ മറ്റു സംവിധാനമൊക്കെ ഉണ്ടാക്കും. ഞാൻ എൻ്റെ സൗഹൃദപരമായ മാന്യമായ സമീപനം ചാരായം കുടിക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. മാത്രമല്ല, ഞാൻ എൻ്റെ മാന്യതയുടെ ഭാഗമായി, ഞങ്ങളുടെ പാർട്ടിയുടെ മാന്യതയുടെ ഭാഗമായി അവിടുത്തെ ദേശാഭിമാനിയുടെ ഏരിയ ലേഖകനോടാണ് ഇവർക്കെല്ലാം ചായയൊക്കെ മേടിച്ചു കൊടുത്ത് അയക്കണമെന്ന് പറഞ്ഞ ആളാണ്. അതെടുത്തപ്പോൾ അതൊരു വാർത്തയാക്കിയില്ലേ? അല്ല പറയട്ടെ, അല്ല അതാണ് അതോടുകൂടി അവസാനിപ്പിക്കണം. അതോടുകൂടി ആകെ കൊടുക്കണം. ഞാനതൊക്കെ കണ്ടു. അപ്പോൾ അത് മാർക്സിസ്റ്റ് വിരുദ്ധരുടെ ഭാഗമാണ്. സജി ദീർഘനേരം സംസാരിച്ചു, ഒരു വാക്ക് മാത്രം എടുത്തു, അത് ഹൈലൈറ്റ് ചെയ്തു വന്നു. അത് മാർക്സിസ്റ്റ് വിരുദ്ധതയാണ്. മണിയാശാൻ 1.5 മണിക്കൂർ നേരം പ്രസംഗിച്ചു. അല്ല പറയട്ടെ, 1.5 മണിക്കൂർ ഞാൻ പറഞ്ഞോട്ടെ, 1.5 മണിക്കൂർ പ്രസംഗിച്ചു. അപ്പോൾ ആ മാനസികാവസ്ഥ പരിശോധിക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അതൊരു വാർത്തയായി. അതായ മാർക്സിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. അതെ, ആ സംഭാഷണത്തിനകത്ത് ആ ഒരു വാക്ക് മാത്രമല്ല, അതൊന്നും അങ്ങനെ വലിയ കാര്യമുള്ള കാര്യമൊന്നും ഞങ്ങളിതെല്ലാം കേട്ടവരും പഠിച്ചവരും ഒക്കെ അല്ലേ, വലിയ കാര്യമൊന്നും. സജി CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറല്ലേ? അത്തരമൊരു പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഞാൻ പറഞ്ഞെന്താ, ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമസംഹിത അനുസരിച്ച് സജിയുടെ പേരിൽ ഏതെങ്കിലും, ഞാൻ പറയാനിടയാതിനാ UDF-ന്റെ നേതാക്കന്മാർ പറയുന്നത് സജി അറസ്റ്റ് ചെയ്യണമെന്നാണ്.
ആ സജി അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന അതിന് മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ പീനൽ കോഡ് അനുസരിച്ച്, നിയമസംഹിത അനുസരിച്ച് സജിയുടെ പേരിൽ, ഞങ്ങളതൊക്കെ പഠിച്ചിട്ടാണ് പറയുന്നത്, സജിയുടെ പേരിൽ ആ പരാമർശത്തിൻ്റെ പേരിൽ ഒരു കേസും നിലനിൽക്കില്ല. പിന്നെ വന്നാൽ മരുന്നിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നേരിടും. അത് അതിനകത്ത് നിങ്ങൾ മാധ്യമ പ്രവർത്തകരുൾപ്പെടെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ മാലതരത്തിൽ സംഘടിതമായി അണിനിരക്കണമെന്ന അഭിപ്രായങ്ങൾ പ്ലാനിങ് ഒരുപാടുണ്ടാക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട വനം മന്ത്രി തന്നെ കഴിഞ്ഞ 2022 മാർച്ച് മാസം 8-ാം തീയതി നമ്മൾ മൂന്നാറിൽ ഓട്ടോറിക്ഷ തൊഴിലാളി മരിച്ചതിന് ശേഷം വന്നു കൂടിയിരുന്ന് നബാർഡിൽ നിന്ന് പദ്ധതിയെടുത്ത് അടിയന്തരമായി ഇന്ത്യൻ്റെ ജനങ്ങൾക്ക് ദോഷകരമായ തരത്തിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഉണ്ടാക്കണം, ആവശ്യമായ RRT നിയമിക്കണം, ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം തീരുമാനമെടുത്തു. അതിനുശേഷം ശക്തിവേൽ കൊലയപ്പെട്ടു. അതിനുശേഷം കഴിഞ്ഞ ദിവസം മുള്ളരിക്കാട് ഇപ്പം മാസങ്ങളായിട്ട് ആന ഇറങ്ങിക്കൊണ്ടിരിക്കുക. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഇത് അവർ കണ്ട് രസിക്കുകയാണ്. അപ്പം ആദ്യം എന്താ നിലപാടെടുത്തത്, അവിടെ ആന ആൾ കൊന്നു കഴിഞ്ഞപ്പോൾ വനത്തിനുള്ളിലായതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന നിലപാടാണ് എടുത്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി ദുരന്ത നിവാരണ ഫണ്ടിൽ ഉൾപ്പെടുത്തി പൈസ കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ജില്ലയിലെ വനം വകുപ്പിൻ്റെ പ്രവർത്തനം അങ്ങേയറ്റം കെടുകാര്യസ്ഥതയോടെയാണ് പോകുന്നത്. അക്കാര്യത്തിലും തർക്കം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി അടിയന്തരമായി ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രിയോട് ജില്ലയെ വന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ LDF കൂടി ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രഖ്യാപനം കൊണ്ട് കാര്യമില്ല, പ്രവൃത്തിയിലേക്ക് വരണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ കാര്യത്തിനകത്ത് വനം വകുപ്പിൻ്റെ നിലപാട്. മറ്റൊരു കാര്യം എന്താ, ഇപ്പോൾ പുതിയ വിജ്ഞാപനം ഇറക്കി കേരളത്തിലെ LDF ഗവൺമെൻറ് നിലപാടെന്നാ, ഇനി 1 ഇഞ്ച് ഭൂമി പോലും വനഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നാണ്. 1 ഇഞ്ച് പോലും. അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യം മറികടന്നുകൊണ്ടാണ് ഇപ്പോഴെടുത്തുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ വരുന്ന വഴിക്കണ്ടില്ലേ, 1 ഇഞ്ച് ഭൂമി പോലും വർദ്ധിപ്പിക്കാമെന്ന് തീരുമാനിച്ച നമ്മൾ തൊടുപുഴ തേക്കടി റോഡിൻ്റെ ഇരുവശങ്ങളിലും വനം വകുപ്പ് ഇപ്പോൾ വേലി കെട്ടിയിരിക്കല്ലേ എന്ന് പറഞ്ഞാൽ ദേശീയപാതയെ പോലും കയ്യേറുന്ന നിലപാടാണ് വനം വകുപ്പ് സ്വീകരിക്കുന്നത്. വനം വകുപ്പിൻ്റെ നിലപാട് അത് അവർ സമാന്തര സർക്കാർ വരെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. അത് തെറ്റാണ്. അത് നടപ്പാക്കിയാലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കറക്റ്റാ. ആ വേണ്ടത്ര ഗ്രഹപാഠം ഇല്ലാതെ ഇറങ്ങിയിട്ടുണ്ട്. സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതോടുകൂടി അത് തീർന്നല്ലോ. സർക്കാരിന് എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ആധികാരികമായി അത് തിരുത്തുമെന്ന് പറയുന്നതിനോട് കൂടി പിന്നെ അതിൻ്റെ പ്രസക്തിയില്ലല്ലോ എന്ന് ഞാൻ പറയുന്നില്ല. വനം വകുപ്പിൻ്റെ നടപടി ജനങ്ങൾക്കെതിരാണ്. മന്ത്രി ശേഷിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ പരിശോധിക്കട്ടെ. ഈ കാര്യത്തിനകത്ത് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളെ അവർ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. അവരവരുടെ ഒരു പാതയിൽ പോകും. അതൊന്നും ഞങ്ങളിപ്പോൾ 2-ാം തീയതി അവിടെ സമരം പ്ലാനിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ. ആ കുടുംബത്തിനെ സഹായിക്കാനുള്ള നിലപാടെടുക്കും. ശക്തമായ സമരം. ഈ ജില്ലയിലെ വനം വകുപ്പിൻ്റെ ജനവിരുദ്ധമായ നിലപാട് എന്നറിയാമല്ലോ. കുടുംബന്നൂർ മണിയാറൻകുടി റോഡിന് വേണ്ടി നിലപാട് സ്വീകരിച്ച് സർവകക്ഷി തീരുമാനിച്ചതാണ്. ഞങ്ങൾ കേന്ദ്ര വന നിയമങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങളുടെ സമരം. കാലോചിതമായ മാറ്റം വരുത്തണം. അതല്ല, 1980 വനഭൂമി സംരക്ഷണ നിയമം കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. ആ വനനിയമമാണ് ഈ നാടിന് ഏറ്റവും വലിയ ആപത്തായിട്ടുള്ളത്. അത് കാലോചിതമായി പരിഷ്കരിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുണ്ട്. ആ നിലപാടിൽ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തണം. ആ കാര്യത്തിൽ MP 1-ാം പ്രതിയാണ്. എന്തുകൊണ്ട്? പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശമാണല്ലോ. അദ്ദേഹം എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഏതെങ്കിലും മൃതശരീരം കാണുമ്പോൾ അവിടെ ഒന്നും വികാരം കടിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രായോഗികം എടുക്കണം. അദ്ദേഹത്തിന് വേണേൽ വിളിക്കാമല്ലോ, ഞങ്ങൾ പോകും.
ജില്ലയിലെ വനഭൂമിയുമായി ബന്ധപ്പെട്ട ഈ വനവിസ്തൃതി നിയമവുമായി ബന്ധപ്പെട്ട് മാറ്റം വരുത്താൻ അത് ചർച്ച ചെയ്യാൻ ഡി എൻ കുര്യാക്കോസ് യോഗം വിളിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കും. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഡി എൻ കുര്യാക്കോസ്, പിന്നെ ഡി എൻ കുര്യാക്കോസിനുള്ള പ്രതിഷേധം എന്താ? ഇതൊന്നും ചെയ്യാതെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന വന നിയമം, ആ നിയമത്തിന് ദുരിതം അനുഭവിക്കുന്നതിന് പിണറായി സർക്കാരിനത്തിൽ കെട്ടിവെച്ച് സ്വയം തടി രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഡി എൻ കുര്യാക്കോസിൻ്റെ നടപടിയോടാണ് ഞങ്ങൾക്ക് പ്രതിഷേധം. അയാൾ ഇന്ന് ഇതിനകത്ത് കാര്യമായ നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടിന് ഞങ്ങൾ ഡി എൻ കുര്യാക്കോസിനെ പിന്തുണയ്ക്കും.